ഹലോ, കേരള ക്രൈം ഫയൽ സീസൺ 2. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഒരു കിഡിലൻ സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ്. ഹോട്ട്സ്റ്റാർ റിലീസായിരിക്കുന്ന അതിൻ്റെ സീസൺ 2 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സീസൺ 1 ഓൾറെഡി നമുക്കറിയാം, ഒരു മലയാളത്തിലൊരു വെബ് സീരീസ് നമ്മൾ പരിചിതമായത് കേരള ക്രൈം ഫയൽസിലൂടെയാണ്. സോ അതിൻ്റെ സീസൺ 2 ആകുമ്പോൾ വളരെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു റിലീസായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയുടെ അതിൻ്റെ ഇരട്ടി നമുക്ക് തന്നിട്ടുണ്ട് ഏത് കേരള ക്രൈം ഫയൽസ് സീസൺ 2. എന്താണെന്ന് വെച്ചാൽ സെയിം മൂഡ് തന്നെയാണ്, സെയിം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പ്രേക്ഷകന്. സീസൺ 1 എങ്ങനെയാണോ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫീൽ ചെയ്തത്, അതിൻ്റെ അത്രത്തോളം അതിനേക്കാൾ ഒരു പടി മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സീസൺ 2. ലീഡ് റോളായിട്ട് കഴിഞ്ഞതിൽ നമ്മൾ അജു വർഗീസ് ആയിരുന്നെങ്കിൽ ഇത്തവണ അർജുൻ രാധാകൃഷ്ണനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത്, ലീഡ് റോളായിട്ട് വരുന്നത്. എന്താ പറയുക, ഒരു അത്യാവശ്യം ഡീസൻ്റായിട്ട് കിടുവായിട്ട് നല്ല സ്ക്രീൻ പ്ലേ ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടത് നമുക്ക് കിഷ്കിന്താകാന്ഡത്തിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാലോ ഒരു ലെവൽ എന്തായിരിക്കും. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ടോ, അടിപൊളി. നമ്മൾ വളരെ ക്രിട്ടിക്കായിട്ടുള്ള പറയുന്നത്, നമുക്ക് ഒരു ജസ്റ്റ് ഒരു ആവറേജ് ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ സൂപ്പർ അടിപൊളി. നമുക്ക് ഓരോ എപ്പിസോഡ് കഴിയും തോറും എൻഗേജിങ് ആയിട്ടും പ്രേക്ഷകനെ, ഇപ്പോൾ നമ്മൾ ആദ്യം 2 സീസൺ കണ്ടിട്ട് നാളെ 2 സീസൺ കാണാൻ അങ്ങനെ വെച്ച് കാണാൻ ശ്രമിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഒറ്റയിരിപ്പിനെ കണ്ടു തീർക്കും നമ്മൾ. കാരണം അങ്ങനെയാണ് എൻഗേജിങ് ആയിട്ട് ഓരോ എപ്പിസോഡും അവർ നിർത്തി നമ്മളെ അടുത്തേക്ക് എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പെർഫോമൻസ് വൈസ് എടുത്ത് അതിനെ കാസ്റ്റ് പറയുകയാണെങ്കിൽ അർജുൻ രാധാകൃഷ്ണൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാല് ഇതിലും ഒരു ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അജു വർഗീസ് മുന്നത്തെ സീസണിൽ നിന്നുള്ള അജു വർഗീസ് ഒരു മിഡിലേക്ക് ആവുമ്പോൾ ഇതിൽ വീണ്ടും വരുന്നുണ്ട്. ആ ഒരു റോള് തന്നെ ഒരു ഹെൽപ്പിംഗ്, അവരെ സഹായിക്കുന്ന ഒരു ഓഫീസറായിട്ട് വരുന്നുണ്ട്. അജു വർഗീസിന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വരുമ്പോൾ ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ പാർട്ടായിട്ട് അജു വർഗീസും വരുന്നുണ്ട്. പിന്നെ സീസൺ 1 ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസും ഒക്കെ ഇതിൽ പാർട്ടായിട്ടുണ്ട്. ഈ ക്രൈം ഫയൽ സീസണിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ എൻഡിങ്ങിൽ എത്തുമ്പോൾ അവരും ഇതിൻ്റെ പാർട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ ഇന്ദ്രൻസിൻ്റെയും ഹരിശ്രീ അശോകൻ്റെയും നമ്മുടെ ടൈറ്റിൽ തന്നെ സെർച്ച് ഓഫ് അമ്പിളിയാണ്. CP അമ്പിളിയായിട്ട് അഭിനയിക്കുന്ന ഇന്ദ്രൻസും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു CPO അമ്പിളി എന്നുള്ളൊരു ബിൽഡപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോൾഡുള്ളൊരു CPO ആണ്. അപ്പോൾ ഒരു സീനിയർ നടനെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റും. ആളുടെ നമുക്കറിയാം ഇന്ദ്രൻസിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഇത് വളരെ കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഒക്കെ ഇന്ദ്രൻസിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ എന്നുള്ള ക്യാരക്ടറായിട്ട് ഹരിശ്രീ അശോകനാണ് വരുന്നത്. അതും കിഡുമായിരുന്നു. ഈ സീരീസിൻ്റെ മെയിൻ 2 പാർട്ടുകളാണ് ഈ 2 സീനിയർ നടന്മാർ, ഇന്ദ്രൻസും ഹരിശ്രീ അശോകനും. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. നിങ്ങൾ കാണുക. എന്താ പറയുക, ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒട്ടും നിരാശ ഇത് തരില്ല. അടിപൊളിയായിട്ട് കാണാം. സൂപ്പർ. അപ്പോൾ സീസൺ 2 കഴിഞ്ഞു, സീസൺ 3 വെയിറ്റിംഗ്.